രാജ്യത്തെ ആകെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം. കശ്മീർ മേഖലയിൽ നടന്ന ഈ ഭീകരാക്രമണത്തെ രാഷ്ട്രീയപരമായി മുതലെടുപ്പിന് വേണ്ടിയിട്ടോ എന്തോ മതപരമായി വേർതിരിച്ച് കാണുന്ന അല്ലെങ്കിൽ മതപരമായ ഒരു വർഗീയ ലഹലയാണ് എന്ന തരത്തിലേക്ക് മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് എന്ന വാദം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഭരണപക്ഷത്തെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. ഭരണപക്ഷം ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഇടയിൽ BJPയിലെ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായ കുമ്മനം രാജശേഖരൻ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. രണ്ട് മുന്നണിക്കും UDF LDFിനും എതിരെ ഈ കേരളത്തിൽ ഒരു ജനാധിപത്യ ഐക്യമുന്നണി കെട്ടിപ്പടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കാലം അത്രയും ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. അതെ, അതിന് ഇലക്ഷനെ പറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഭീകരാക്രമണം നടന്നിട്ടുണ്ടല്ലോ, അതിനെ വർഗീയവൽക്കരിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. രാജ്യദ്രോഹികളെ രാജ്യദ്രോഹികളായിട്ട് കാണണം. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രാജ്യസ്നേഹികളാണ് ഈ വക കാര്യങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടത്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, യാതൊന്നുമില്ല. പക്ഷേ മതം ഇതിനുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. സാർ, ആദ്യം ചോദിച്ചാൽ ഒരു ജില്ലയിൽ 2 അധ്യക്ഷന്മാർ വേണമെന്നുള്ളൊരു കാര്യം അത് പാർട്ടിക്ക് ഗുണകരമാകുമോ? ഇല്ല, 30 ജില്ലകളായിട്ട് സംഘടനാ ജില്ലകളായിട്ട് തിരിച്ച് ഓരോന്നിനും അധ്യക്ഷന്മാരെ വയ്ക്കുകയാണ്. അത് പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടിയുടെ സൗകര്യം അതാണ്.